ഇടുക്കിയിലേക്കാണിനി. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതം മരിച്ചത് കഴുത്തിൽ ബെൽറ്റ് മുറുകിയതിനെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇത് സ്ഥിരീകരിക്കുന്നതായി പെൺകുട്ടിയുടെ ബംഗളൂരുവിലെ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ചൊവ്വാഴ്ച 11 മണിയോടെയാണ് പോക്സോ കേസ് അതിജീവിതയായ 18-കാരിയെ വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ബെൽറ്റ് മുറുകിയ നിലയിലായിരുന്നതിനാൽ കൊലപാതകമാണെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിശദമായ അന്വേഷണത്തിൽ വീട്ടുകാരല്ലാതെ മറ്റാരും മുറിക്കുള്ളിൽ കടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇലാസ്റ്റിക് കൊണ്ടുള്ള ബെൽറ്റ് കഴുത്തിൽ 3 തവണ ചുറ്റിയതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ഇത് സ്വയം ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മുറിക്കുള്ളിൽ പിടിവലി നടന്നതിൻ്റെ ലക്ഷണങ്ങളുമില്ലായിരുന്നു. ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആൺസുഹൃത്തുക്കളിൽ ഒരാളോട് മൊബൈലിൽ വഴക്കുണ്ടാക്കുന്നതായി കണ്ടിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മാതാവ് മൊഴി നൽകിയിട്ടുണ്ട്. താൻ മരിക്കുമെന്ന് ബംഗളൂരുവിലുള്ള സുഹൃത്തിന് സന്ദേശം അയച്ചതിൻ്റെ തെളിവുകൾ മൊബൈലിൽ നിന്നും പോലീസിന് ലഭിച്ചു. ഇയാൾ നിരവധി തവണ തിരിച്ചു വിളിച്ചെങ്കിലും പെൺകുട്ടി എടുത്തിരുന്നില്ല. പെൺകുട്ടി സന്ദേശം അയച്ച സുഹൃത്തിനോട് ചോദ്യം ചെയ്യലിന് പോലീസ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇയാളുമായുണ്ടായ തർക്കത്തിന് ശേഷമാണ് പെൺകുട്ടി മരിച്ചത്. ബംഗളൂരുവിലുള്ള സുഹൃത്തിൻ്റെ മൊബൈൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇയാളെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. 2 വർഷം മുൻപ് നടന്ന പോക്സോ കേസിലെ അതിജീവിതയാണ് പെൺകുട്ടി. 2 പ്രതികളുള്ള ഈ കേസിന്റെ വിചാരണ നടക്കുകയാണ്. 24 ഇടുക്കി.